ലോകം മുഴുവൻ പട്ടിണി കിടക്കുമ്പോഴും ഇറാൻ മാത്രം എങ്ങനെയാണ് തങ്ങളുടെ എണ്ണ വിറ്റഴിക്കുന്നത്? അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന്റെ സൈനിക താവളങ്ങൾ തകർത്തപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇറാന്റെ എണ്ണ കച്ചവടം നിലയ്ക്കുമെന്നാണ്. എന്നാൽ സംഭവിച്ചത് മറിച്ചാണ്. അമേരിക്കൻ സൈന്യം കാവൽ നിൽക്കുന്ന ഹോർമുസ് കടലിടുക്കിന്റെ മൂക്കിനു താഴെ കൂടി ഇറാന്റെ ഘോസ്റ്റ് ഫ്ലീറ്റ് കപ്പലുകൾ രഹസ്യമായി ചൈനയിലേക്ക് എണ്ണ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്ക പോലും തൊടാൻ പേടിക്കുന്ന ഖാർഗ് ഐലൻഡ് ടെർമിനൽ വഴി ഇന്നും ഇറാൻ ദിവസേന 20 ലക്ഷം ബാരൽ എണ്ണയാണ് വിറ്റഴിക്കുന്നത്. ഇവിടെയാണ് ഈ രുദ്രത്തിന്റെ വിരോധാഭാസം. ഇറാന്റെ ആക്രമണം ഭയന്ന് സൗദി അറേബ്യ, ഇറാഖ്, കുവൈറ്റ് തുടങ്ങിയ സഖ്യരാജ്യങ്ങൾ തങ്ങളുടെ എണ്ണ ഉൽപ്പാദനം 70% വരെ വെട്ടിക്കുറച്ചു. ഇറാഖിലെ വെസ്റ്റ് കുർണ, മജ്നൂൻ തുടങ്ങിയ കൂറ്റൻ എണ്ണപ്പാടങ്ങൾ ഇപ്പോൾ നിശ്ചലമാണ്. സൗദിയുടെ സ്റ്റോറേജ് ടാങ്കുകൾ നിറഞ്ഞു കവിഞ്ഞതിനാൽ അവർക്ക് എണ്ണപ്പാടങ്ങൾ താൽക്കാലികമായി പൂട്ടേണ്ടി വന്നു. ചുരുക്കത്തിൽ ഇറാൻ അടിച്ച സൗദി അമേരിക്കൻ സഖ്യത്തിന്റെ എണ്ണ വിതരണം തകർന്നപ്പോൾ വിപണിയിൽ ഇറാന്റെ എണ്ണയ്ക്ക് ഡിമാൻഡ് ഏറി. ഇന്ധനവില $112 കുതിച്ചതോടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മുട്ടിടിച്ചു. വിലക്കയറ്റം തടയാൻ മാർച്ച് 20 ട്രംപ് ഭരണകൂടം മടിച്ചൊരു തീരുമാനമെടുത്തു. ഇറാൻ എണ്ണ വാങ്ങുന്നതിനുള്ള ഉപരോധത്തിൽ 30 ദിവസത്തെ ഇളവ്. ഇത് ഇറാന്റെ വലിയൊരു വിജയമായാണ് സൈനിക വിദഗ്ധർ കാണുന്നത്. കടലിൽ കെട്ടിക്കിടക്കുന്ന ഇറാന്റെ ലക്ഷക്കണക്കിന് ബാരൽ എണ്ണ വിപണിയിലെത്തിക്കാൻ ഈ ഇളവ് സഹായിക്കും. പക്ഷേ ഇതൊരു താൽക്കാലികമായ നാണക്കേട് മറയ്ക്കാനുള്ള അമേരിക്കയുടെ ശ്രമം മാത്രമാണ്. ഇതുകൂടാതെ ഇറാൻ നടത്തുന്ന മറ്റൊരു പകൽ കൊള്ള കൂടിയുണ്ട്. ഹോർമുസ് കടലെടുക്ക് കടന്നുപോകുന്ന ഓരോ വിദേശ കപ്പലിൽ നിന്നും ഇറാൻ ഈടാക്കുന്നത് 165 ദശലക്ഷം രൂപയുടെ വാർ ടാക്സ് ആണ്. ചോദിച്ച പണം കൊടുത്തില്ലെങ്കിൽ കപ്പലുകൾക്ക് പോവില്ല. അമേരിക്കൻ നാവികപ്പട നോക്കി നിൽക്കെയാണ് ഈ പിടിച്ചുപറി നടക്കുന്നത്. അമേരിക്ക ഇറാന്റെ എണ്ണ ഉപരോധിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോഴും യുദ്ധം ജയിക്കുന്നത് ഇറാൻ തന്നെയാണ്. എണ്ണവില $100 മുകളിൽ തുടർന്നാൽ അത് ഇന്ത്യയെപ്പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു ബാധ്യതയാകും. ഈ ഇന്ധന യുദ്ധം എങ്ങോട്ടെത്തി നിൽക്കും? അമേരിക്കയുടെ 30 ദിവസത്തെ ഇളവ് കൊണ്ട് ലോകത്തിന് രക്ഷയുണ്ടോ? ഈ സാമ്പത്തിക യുദ്ധത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ഇത്തരം യുദ്ധവാർത്തകൾക്കായി എലിഫന്റ് തിങ്സ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.